ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കും. അതായത് 1600 രൂപയുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കും എന്ന് പറഞ്ഞിട്ടാണ് 5 വർഷം മുമ്പ് രണ്ടാം പിണറായി സർക്കാർ വന്നത്. അത് എന്നിട്ട് 4.5 കൊല്ലം കഴിയുമ്പോൾ, മനസ്സിലാക്കണം നിങ്ങൾ, 4.5 കൊല്ലം കഴിയുമ്പോഴാണ് ഒരു 400 രൂപ കൂട്ടി കൊടുത്തത്, 2000 ആക്കിയത്. എന്നിട്ടും 2500 എന്ന് പറയുന്ന കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാന, അതായത് പ്രകടന പത്രികയിൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ, വാഗ്ദാനങ്ങൾ തന്നെ നടത്തും. അതിലെ ഏറ്റവും ആദ്യം നടപ്പാക്കേണ്ടതായിരുന്നു. കാരണം അടിസ്ഥാന വർഗങ്ങളുടെ, അങ്ങനെയാണല്ലോ പറയാ, CPM എന്ന് പറയുന്നത്, LDF എന്ന് പറയുന്നത് അടിസ്ഥാന വർഗങ്ങളുടെ പാർട്ടിയാണ്, തൊഴിലാളി വർഗ പാർട്ടിയാണെന്നൊക്കെയാണ് പറയാ. അങ്ങനെ ആയിരുന്നെങ്കിൽ എടോ സഖാക്കളെ, ആദ്യം ചെയ്യേണ്ടിയിരുന്നത് 1600 രൂപ എന്നുള്ള പെൻഷൻ നിങ്ങൾ 2500 രൂപ ആക്കേണ്ടിയിരുന്നില്ലേ? പക്ഷെ അതിതാ ഈ ഇലക്ഷൻ കാലത്തും ഇപ്പോഴും എത്രയാണ്? 2000 ആക്കി. എപ്പോഴാണ് 2000 ആക്കിയത്? കഴിഞ്ഞ 4 മാസം മുമ്പ്. എന്നിട്ട് ഇപ്പം പറയാണ് ഞങ്ങളിത് 3000 ആക്കുന്നു. അതായത് 2500 രൂപയാക്ക എന്ന് പറഞ്ഞ വാഗ്ദാനം ലംഘിച്ചവർ ഇപ്പം പറയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അത് 3000 ആക്കും എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ ഇവരുടെ കള്ളത്തരം വെളുപ്പായില്ലേ? ഇവർ പറയുന്ന ഞങ്ങൾ പറയും, ഞങ്ങൾ ഇതൊന്നും നടപ്പിലാക്കില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആശാ വർക്കർമാർ അല്ലേ എന്ന് പറയുന്ന സമൂഹത്തിലെ ദുർബലരായ ആൾക്കാര് നരകിച്ച് ജീവിക്കുമ്പോഴും അതിന് നേർക്ക് കണ്ണു തുറക്കാത്ത പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. തൊഴിലാളി വർഗ പാർട്ടി എന്നൊക്കെ പറയുന്ന CPM തൊഴിലാളി വർഗമില്ല, ഒന്നുമില്ല. ഇവർക്ക് ഒറ്റ വർഗം മാത്രമേ ഉള്ളൂ, അധികാരികളുടെ വർഗം, മുതലാളികളുടെ വർഗം, മുതലാളിത്ത പാർട്ടിയാണ്. എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ. ഇനി തിരഞ്ഞെടുപ്പിന് ആകെ കൈവിരലിലെണ്ണാവുന്ന ദിവസം പോലില്ല. നമുക്ക് വേണം മണിക്കൂറുകൾ മാത്രം എന്നൊക്കെ പറയാം. ആ രീതിയിലേക്ക് വോട്ടെടുപ്പിനുള്ള ദിവസങ്ങൾ ആഗതമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പൊറാട്ട് നാടകങ്ങൾ, തെണ്ടിത്തരങ്ങൾ. നമ്മൾ വടകരയില് കാഫിർ സ്ക്രീൻഷോട്ട് അല്ലെ, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട്, ഷാഫി പറമ്പിൽ ഏറ്റവും വലിയ വർഗീയവാദിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവരുണ്ടാക്കിയ ഒരു സ്ക്രീൻഷോട്ട് ആയിരുന്നു എന്താണ്? കാഫിർ സ്ക്രീൻഷോട്ട്. അതായത് 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരന് നിങ്ങൾ വോട്ട് ചെയ്യണം, കാഫിറായ മറ്റേ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ടീച്ചർ അമ്മക്ക് വോട്ട് ചെയ്യരുത്, ടീച്ചർ അമ്മ കാഫിറാണ്, നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് 5 നേരം നിസ്കരിക്കുന്ന നമ്മുടെ സമുദായത്തിലെ ആൾക്കാണ് എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രീൻഷോട്ട് ഇതാരാ പുറത്തിറക്കിയത്? അവസാനം അന്വേഷിച്ച് ചെന്നപ്പം റബേഷ് എന്ന് പറയുന്ന DYFI സഖാവാണ് ആദ്യമായിട്ട് ഇത് അപ്ലോഡ് ചെയ്തത്. അപ്പോഴും ഇത് ആരാണ് ഉണ്ടാക്കിയതെന്ന്, ആദ്യം അപ്ലോഡ് ചെയ്ത ഒരാളെ കിട്ടിയെന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടാക്കിയ ആരാണെന്ന് അന്വേഷിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അതോടുകൂടി അന്വേഷണം നിർത്തി എന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലായി ഉണ്ടാക്കിയത് സഖാക്കളാണ്. വ്യാജ വീഡിയോകൾ, വ്യാജ ഫോട്ടോകൾ, അശ്ലീല ഫോട്ടോകൾ, അശ്ലീല വീഡിയോകൾ ഒക്കെ ഇറക്കി എന്നാണ് ശൈലജ നാടുനീളെ പ്രസംഗിച്ചത്. ഓ, എന്റെ അശ്ലീല വീഡിയോ ഉണ്ടാക്കി, എന്റെ അശ്ലീല ഫോട്ടോ ഇറക്കി. എവിടെ? ഒന്നുമില്ലാമേ. വെറുതെ എന്ന് പറഞ്ഞാൽ എതിരാളികളെ രാഷ്ട്രീയം പറഞ്ഞ്, അങ്ങനെയാണല്ലോ നമ്മൾ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം പറഞ്ഞിട്ട് എതിരാളികളെ നമ്മൾ എന്ത് ചെയ്യണം? പ്രതിരോധിക്കണം. എതിരാളികളെ ആക്രമിക്കേണ്ടത് രാഷ്ട്രീയം പറഞ്ഞിട്ടാണ്. നമുക്കൊരു രാഷ്ട്രീയ നിലപാട് വേണം. CPM ഒരു രാഷ്ട്രീയ നിലപാടില്ല, ഒരു പുല്ലില്ല, ഒരു പുണ്ണാക്കില്ല. ആകുള്ളത് എന്താണ്? വർഗീയത പറഞ്ഞിട്ട് ഇവിടെ വർഗീയ ധ്രുവീകരണം നടത്തുക. അങ്ങനെയാണ് വടകരയിൽ ടീച്ചറമ്മ 1,15,000 വോട്ടിനാണ് ടീച്ചറമ്മ തോറ്റുപോയത്. തോറ്റ് നാണം കെട്ടുപോയി. ഷാഫി പറമ്പിൽ ആ രീതിയിലുള്ള വിജയം നേടി. കാരണം ഷാഫി പറമ്പിലൊക്കെ വർഗീയവാദി എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവർ നടത്തിയ ശ്രമം, അതാണ് സ്ക്രീൻഷോട്ട് വിവാദം അല്ലേ? ഇപ്പതാ അതിന്റെ ഒരു പകർപ്പ് പേരാമ്പ്രയിൽ മത്സരിക്കുന്നത് LDFന്റെ കൺവീനറാണ് TP രാമകൃഷ്ണൻ. വലിയ സഖാവാണ്, മൂത്ത സഖാവാണ്, വലിയ ആദർശ ധീരനൊക്കെയാണ് കേട്ടോ. ഇപ്പം അവിടെ എതിർ സ്ഥാനാർത്ഥി യുവത്വത്തിന്റെ പ്രസരിപ്പാർന്ന യുവത്വത്തിന്റെ അവിടെ വടകരയിലെ ഷാഫി പറമ്പിലായിരുന്നു പാർലമെന്റിൽ മത്സരിച്ചതെങ്കിൽ ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാമ്പ്രയിൽ മത്സരിക്കുന്നത് ഫാത്തിമ തഹലിയയാണ്. മുസ്ലിം ലീഗിന്റെ കരുത്തയായ എന്താ പറയാ യുവ നേതാവ് ഫാത്തിമ തഹലിയ പേരാമ്പ്ര മത്സരിക്കുമ്പോൾ കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് TP രാമകൃഷ്ണൻ ജയിക്കുന്നത് കേട്ടോ. ഇപ്പതാ ആ ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫാത്തിമ തഹലിയ ജയത്തോടടുക്കുകയാണ്. ജനങ്ങൾ മുഴുവൻ അവരോടൊപ്പമാണ്. അപ്പോഴാണ് ഫാത്തിമ തഹലിയയെ നശിപ്പിക്കണം. ഇതിനു വേണ്ടിയിട്ട് ഇവരൊരു മൈക്ക് കെട്ടി വാഹന പ്രചാരണ ജാഥ. എന്നിട്ട് അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങളുടെ കൗമിയിൽപ്പെട്ട എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട കുട്ടിക്കാണ് വോട്ട്, ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട കുട്ടിക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് ലീഗുകാർ പറഞ്ഞു നടക്കുന്നു.
മുസ്ലിം ലീഗുകാർ വർഗീയ പ്രീണനം നടത്തുന്നു, വർഗീയ വേർതിരിവ് ഉണ്ടാക്കുന്നു, ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട കുട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മളതിനെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മതേതരന്മാരാണ്, അങ്ങനെ ലീഗ് നടത്തുന്ന ഇത്തരത്തിലുള്ള വർഗീയ പ്രീണനം നമ്മൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു മൈക്ക് പ്രചാരണം. ലീഗുകാർ അങ്ങനെ ഒരു പ്രചാരണം നടത്തിയിട്ടില്ലാന്നേ. ലീഗുകാർ നമ്മളെ എന്താ പറയാ, കൗമിയിൽപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഫാത്തിമ തഹരിയേക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്നൊന്നും പറഞ്ഞ് പരത്തുന്നില്ല. ഇവരുണ്ടാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പേരാമ്പ്രയിലെ ഒരു വർഗീയ എന്ന് പറഞ്ഞാൽ പേരാമ്പ്രയിലെ ആവള ആ ഭാഗത്തൊക്കെയാണ് ഈ ബൈക്ക് കെട്ടി പ്രചാരണം നടത്തുന്നത്. അവിടെ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിം പെൺകുട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് മുസ്ലിം വിഭാഗക്കാരോടൊക്കെ പറയുന്നു. എന്നാ പിന്നെ നമ്മൾ ടി.പി. രാമകൃഷ്ണനെ നമ്മൾ ഹിന്ദുക്കൾ ജയിപ്പിച്ചു കൊടുക്കണ്ടേ എന്ന് പറയുന്ന ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അധമരാണ് CPM-കാർ. അവസാനത്തെ ടി.പി. രാമകൃഷ്ണൻ ഇപ്പോൾ ഇലക്ഷൻ കമ്മിറ്റിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞു, അത് അന്വേഷിക്കട്ടെ. ഇവന്റെ പ്രചരണ വാഹനത്തിലാണ്. ഇവന്റെ പ്രചരണ വാഹനത്തിൽ വെറുതെ വിളിച്ചു പറയല്ല, ഏതൊരാൾ വിളിച്ചു പറഞ്ഞതല്ല, ഇത് ശരിക്കും റെക്കോർഡ് ചെയ്ത ഒരു സ്റ്റുഡിയോയിൽ വെച്ചിട്ട് റെക്കോർഡ് ചെയ്ത് ഏതൊരു മൂത്ത സഖാവാണെന്ന് പറയുന്നത്, സഖാവിന്റെ വോയിസ്. എന്നിട്ട് ഇവരുടെ പ്രചരണ വാഹനത്തിൽ ഇതിങ്ങനെ അനൗൺസ് ചെയ്ത് പോവുകയാണ്. അപ്പോഴാണ് പറയുന്നത് ഞങ്ങളറിയില്ല. ഇതിനൊക്കെ കണക്ക് തീർക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടുത്തെ വോട്ടർമാർ.